ബിഗ് ടി വി എന്ന ആ വാർത്താ ചാനൽ വരാൻ പോകുന്നതിന് മുൻപ് തന്നെ വലിയ വാർത്തകൾ, നല്ല വാർത്തകളും കുറേയധികം മോശം വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതാ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനും ചാനലിൽ ആളെ ഇടിച്ചു കയറ്റുന്നതിന് മുൻപായി നടത്തിയിരിക്കുന്ന ഒരു ഉഡായിപ്പ് ജനം കയ്യോടെ തൂക്കിയിരിക്കുകയാണ്. ജനങ്ങളാണ് കണ്ടുപിടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്നുമല്ല, ബിഗ് ടി വിയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും ഏകദേശം 1.1 മില്യൺ കടന്നിരിക്കുകയാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സ്. സാധാരണഗതിയിൽ ഒരു ചാനൽ തുടങ്ങി ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ടല്ലേ ഇത്രയും ഒരു ആവേശത്തോടു കൂടി ജനം ഇരമ്പി കയറുകയുള്ളൂ, അല്ലെങ്കിൽ ഇരച്ചു കയറുകയുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴേ പലർക്കും സംശയം തോന്നി. മാത്രമല്ല, ഇപ്പോൾ ഇത്തരത്തിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നതും അതുപോലെ തന്നെ ലൈക്കും ഷെയർസും അതുപോലെ തന്നെ വ്യൂസും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നതിന് പലതരത്തിലുള്ള കമ്പനി പോലും ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഇവർ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ചാനലാണ് അതെന്ന് പറയുന്നു. അതിൽ തെറ്റില്ല. ഒരു പക്ഷേ ആവേശത്തോടു കൂടി ഒരു കാര്യം തുടങ്ങുമ്പോൾ പൈസ കൊടുത്തൊരു ചാനൽ വാങ്ങുന്നു എന്നൊരു വലിയൊരു തെറ്റായ കാര്യമാണ് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ മറ്റൊരു സംഗതി ഇവർക്ക് പാളിപ്പോയത്, അതായത് നമ്മുടെ അല്ലാതെ വെബ്സൈറ്റ്, അതായത് വാർത്തകൾ പബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ്, അത് വാങ്ങിച്ചത് ഒരു ഉഡായിപ്പ്, ചില മസാല പടങ്ങളൊക്കെയുള്ള, കുൽസിത പടങ്ങളൊക്കെയുള്ള ഒരു വെബ്സൈറ്റാണ് ഇവർ വാങ്ങിയത്. വാങ്ങുന്നത് കൊണ്ടും തെറ്റില്ല. പക്ഷേ ആ വെബ്സൈറ്റിൽ ഇപ്പോഴും ആ ഹോട്ട് ചിത്രങ്ങൾ കിടപ്പുണ്ട്. ഡിലീറ്റ് ആക്കാൻ പാവം മറന്നുപോയി എന്ന് തോന്നുന്നു. എന്തായാലും അനിൽ നമ്പ്യാർ ഇതുമായി ബന്ധപ്പെട്ട രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഒക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. രൂക്ഷമായ ഭാഷ എന്ന് പറയുമ്പോൾ അദ്ദേഹം പരിഹാസ രൂപേണ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല, അനവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഇടുന്നുണ്ട്. നമുക്ക് നോക്കാം. ചാനൽ ഓൺ എയർ ആകുന്നതിന് മുൻപ് 1.4 മില്യൺ ഫോളോവേഴ്സ്. ശിവ ഇതെന്താ മായാജാലമാണെന്ന് പരിശോധിച്ചപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. കഥാറസിസ് എന്ന ഹോട്ട് ഫോട്ടോസും വീഡിയോസും ഉള്ള പേജാണ് ബിഗ് ടി വി പണം കൊടുത്ത് വാങ്ങിയത്. ചരിത്രം സൃഷ്ടിക്കാനുള്ള നെട്ടോട്ടത്തിൽ പഴയ ചൂടൻ വീഡിയോസും ഫോട്ടോസും ഡിലീറ്റ് ചെയ്യാനും മറന്നുപോയി. വനിതാ ബാഹുല്യമുള്ള ചാനലിലെ ജീവനക്കാരികളെ അധിക്ഷേപിക്കുന്ന പരിപാടി ആയിപ്പോയതെന്ന് പറയാതെ വയ്യ. നമ്മുടെ പാർവും പത്മയും പർണയും ഒക്കെ ആത്മരോക്ഷത്തിൽ തിളയ്ക്കുമോ ആവോ. ഇനി തിളച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നറിയാം. അയിരൂർ വേണു ഇഫക്റ്റ്, ഇതല്ല ഇമ്മിണി വലിയതും സംഭവിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അയിരൂർ വേണു ഇഫക്റ്റാണ് അത്ര ഇത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതല്ല, ഇതിനെക്കാട്ടി വലിയതും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇനി കുരുപൊട്ടിയ ഏച്ചിമാർക്ക് കുരുപൊട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല. കാരണം ലക്ഷങ്ങളാണല്ലോ ഓരോ മാസവും ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്. എന്തായാലും ആദ്യം തന്നെ അത്രയൊരു അമ്പിളി പറ്റിയ കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ജനങ്ങൾ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. ബിഗ് ടി വി 24/7 ഏറെ പ്രിയപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ ചേക്കേറിയ പുതിയ വാർത്താ ഇടമാണല്ലോ. പ്രാന്തന്മാരായ എന്നെ പോലെയുള്ളവർ ചാനലിന്റെ മികവുറ്റ വാർത്ത പൊളിച്ചെടുക്കൽ കാണാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇനി മലയാള വാർത്താ ചാനലുകളുടെ ചരിത്രം രണ്ടായി വിഭജിക്കപ്പെടുമെന്ന് പറയുന്നവരെ ചുറ്റുപാടും കാണാനും കഴിയും. അതായത് ഈ പാർവതിയാണ്, അതായത് സുജയ പാർവതിയാണ് ഇക്കാര്യം പറഞ്ഞത്. മലയാള മാധ്യമ ചരിത്രം ബിഗ് ടി വിക്ക് ശേഷവും ബിഗ് ടി വിക്ക് മുൻപും എന്ന ടാഗ് ലൈനിലോട് കൂടി അറിയപ്പെടുമെന്നാണ് പറയുന്നത്. എന്തായാലും ചാനലിന്റെ ഒഫീഷ്യൽ FB പേജ് നോക്കിയാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. അത്രയധികം ഫോട്ടോസും ഫോളോവേഴ്സുമാണ് ഉള്ളത്. ചുമ്മാതൊന്നും ഉദ്ഘാടന പടങ്ങൾ നോക്കാൻ ശ്രമിച്ചതാണ്. ഞാനും ശരിക്കും അന്തം വിട്ടുപോയി. ഈ കാതർസിസ് എന്ന പേജ് ചാനൽ വിലയ്ക്ക് വാങ്ങിയതാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകും. ഒറിജിനൽ പേജുകാരൻ പോസ്റ്റ് ചെയ്തിരുന്ന ചൂടൻ ഫോട്ടോകളെങ്കിലും ഡിലീറ്റ് ചെയ്ത ശേഷം ചാനലിന്റെ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഒന്നും ശ്രദ്ധിക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും അധികം ഫോളോവേഴ്സ് ഉള്ള പേജൊക്കെ വാങ്ങുമ്പോൾ മുതലാളിമാർ ആ പേജിന്റെ അസ്ഥിവാരം തോണ്ടി നോക്കാത്തത് കടന്ന കൈയായി പോയി. കേരളത്തിൽ ഒന്നിൽ നിന്ന് തുടങ്ങി ലൈക്കും ഫോളോവേഴ്സും കൂട്ടിയ ന്യൂസ് ചാനലുകളെ പിന്നിലാക്കാനുള്ള വെപ്രാളത്തിൽ ഇക്കാര്യം വിട്ടുപോയതാകാം. ബിഗ് ടി വി ചരിത്രം സൃഷ്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് മക്കളെ. തിരുത്താനുള്ളത് ഭയരഹിത മഞ്ഞയെ തിരുത്തുമല്ലോ. കഥാർസിസ് എന്ന പേജാണ് വിലയ്ക്ക് വാങ്ങിയതെന്ന് ഉറപ്പിക്കുന്നു. അത്യാവശ്യം പഴയ പേജിലെ ഐറ്റം ഹോട്ട് ഫോട്ടോസ് എങ്കിലും നീക്കിയ ശേഷം ചാനലിന്റെ യഥാർത്ഥ വീഡിയോകളും ഫോട്ടോകളും ഷെയർ ആക്കിയിരുന്നതിൽ എങ്കിൽ ആശിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒപ്പം അതിനകത്തുള്ള ആ ഫോട്ടോസും ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് താനും. അതായത് ഇപ്പോൾ തന്നെ അതിന്റെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ കൃത്യമായി ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ വന്നതിന്റെ തൊട്ട് പിന്നാലെയാണ് സമാനമായ ആ വീഡിയോസും ഒക്കെ തന്നെ കിടക്കുന്നത്. അതായത് നേരത്തെ അതിനകത്ത് ഉണ്ടായിരുന്ന ആ ഹോട്ട് വീഡിയോസും അടക്കം നിരവധി വീഡിയോസ് അതിനകത്ത് കിടപ്പുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പണി പാളി എന്ന് വേണം പറയാൻ. ഒന്ന് ഉദ്ഘാടന ഫോട്ടോ കാണണമെന്ന് കയറിയപ്പോൾ കിട്ടിയത് ന്യൂസ് ചാനലല്ല, മുൻ ജീവിതത്തിന്റെ സ്മരണകളായിരുന്നു. പഴയ പേജിന്റെ ആത്മാവ് ഇനിയും പുറത്തേക്ക് പോയിട്ടില്ലെന്ന് തോന്നി. ഈ റീബ്രാൻഡിങ് ചെയ്തു, പക്ഷേ പാപമോചന കർമ്മം മിസ്സായി പോലെ എന്നാണ് പറയുന്നത്. എന്തായാലും കാശിറക്കിയപ്പോൾ ഹോട്ടായിരിക്കട്ടെ എന്ന് കരുതി കാണും ഹോട്ട് ചാനൽ എന്നാണ് പറയുന്നത്. എന്തായാലും
എന്താ പണി പാളി എന്ന് നമുക്ക് തോന്നുന്നു. ഏതായാലും 6 വർഷം മുമ്പ് 25 ലക്ഷം വ്യൂവേഴ്സൊക്കെ അടക്കമുള്ള വീഡിയോകൾ ഇപ്പോഴും അതിനകത്തുണ്ട്. യൂട്യൂബ് പേജിൻ്റെ അവസ്ഥയും അതുതന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. നമുക്കറിയാം അതിൻ്റെ ചാനലിൻ്റെ തലപ്പത്ത് അനിൽ അരിയൂറാണ്. മാത്രവുമല്ല സുജയ പാർവതി വരുന്നു. സുജയ പാർവതിക്ക് ഏറ്റവും കൂടുതലും ശമ്പളമുണ്ട്, 10 ലക്ഷം രൂപ ശമ്പളമുണ്ട് എന്ന് നല്ല വാർത്ത കേട്ടു. അതല്ല തുടക്കത്തിൽ തന്നെ പണി പാളി എന്ന് നമ്മൾ കേട്ടു. അങ്ങനെ നിരവധി വാർത്തകളാണ് ബിഗ് ടി വിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പോൾ ബിഗ് ടി വിയിലെ ഈ ഒരു വാർത്തയ്ക്ക് അവർ പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുകൂടിയുണ്ട്. എന്തായാലും മറ്റൊരു വാർത്ത നമുക്ക് നോക്കാം. ബിഗ് ടി വി 24/7 ഏറെ പ്രിയപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ ചേക്കേറിയ ഈ ഇടത്തിലെ മസാല പടങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയല്ലോ എന്നാണ് പറയുന്നത്. ബിഗ് ടി വി മാനേജ്മെന്റിന്റെ വമ്പൻ ഉടായിപ്പ് പുറത്തായിട്ടുണ്ട്. റീച്ച് കൂട്ടാനുള്ള തട്ടിപ്പ് കച്ചവടം തുറന്നുകാട്ടി മാധ്യമ പ്രവർത്തകന്റെ FB പോസ്റ്റ് വൈറലാവുകയാണ്. എന്തായാലും അനിൽ നമ്പ്യാരാണ് ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലാക്കിയിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതായത് ജനങ്ങളൊന്ന് ഓർക്കുക, ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് അവരുടെ വ്യൂസും അവരുടെ ലൈക്സും അവരുടെ ഷെയർസും ഒക്കെ വാങ്ങിക്കൊണ്ട് ഈ അനിൽ അയ്യൂർ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എന്തിൻ്റെ മാനദണ്ഡത്തിലാണ് ഞങ്ങൾ ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ നെട്ടോട്ടം ഓടുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് റേറ്റിംഗ് ആണെങ്കിൽ ഞങ്ങൾ അതിന് പുറകിലല്ല, ഞങ്ങൾ റേറ്റിങ്ങിന് പുറകിലല്ല, ഞങ്ങൾ മറ്റൊരു വഴിയെ സഞ്ചരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ റേറ്റിങ്ങിന് പുറകെ സഞ്ചരിക്കാതെ ഇത്രയും ഒക്കെ തന്നെ കാശ് മുടക്കി ഈ 1 മില്യണും 2 മില്യൺ ഫോളോവേഴ്സൊക്കെയുള്ള യൂട്യൂബ് പേജും അതുപോലെ തന്നെ FB പേജും ഒക്കെ തന്നെ വാങ്ങിച്ച് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ചോദ്യം പലരും ചോദിച്ചു പോവുകയാണ്. എന്തായാലും നമുക്ക് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചാനലിൽ പ്രവർത്തകരായിട്ടുള്ള എല്ലാവരും കൂടി ഒരു യാത്രയൊക്കെ പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. ഹൈദരാബാദിലാണ് ഈ ഒരു വാർത്താ ചാനലിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 മാസത്തേക്ക് ആരും ലീവ് എടുക്കരുത് എന്നുള്ള മാനദണ്ഡമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രേ. ഇനി ലീവ് ഇനി ആർക്കും തരില്ല, 2-3 മണിക്കൂർ ഓവർ ടൈം ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. കൈ നിറയെ പണം തന്നെയാണ്, കൈ നിറയെ ശമ്പളം തന്നെയാണ് കൊടുക്കുന്നത്. ആ ശമ്പളത്തിന് വേണ്ടി എല്ലാവരും പണിയെടുക്കുന്നുമുണ്ട്. അതൊരു മാധ്യമ ലോകം നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ മാധ്യമ മേഖലയിൽ ഇറങ്ങുകയും വളരെ കുറച്ച് ശമ്പളം മാത്രം കൊടുക്കുകയും എന്നാൽ ചാനലിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നവർക്ക് മാത്രം വലിയൊരു വമ്പൻ പണം കൊടുക്കുകയും അല്ലെങ്കിൽ സാലറി കൊടുക്കുകയും ചെയ്യുന്ന കമ്പനികൾ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും തന്നെ വലിയ രീതിയിലുള്ള പണക്കയറ്റം അല്ലെങ്കിൽ സാലറിയുടെ ശമ്പളം കൂട്ടിയത്, ശമ്പള വർധനവ് നൽകിയത് അത് എന്തായാലും വലിയ കാര്യം തന്നെയാണ്, നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും വലിയ വായിക്ക് വർത്തമാനം പറഞ്ഞിട്ട് ഇതാണ് പരിപാടി എങ്കിൽ എത്ര നാൾ ബിഗ് ടി വി പോകും എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഉടൻ തന്നെ അടുത്ത മാസം മുതൽ തന്നെ ചാനൽ സംരക്ഷണം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ഹോട്ട് സ്റ്റോറിയുമായിട്ടായിരിക്കോ വരുന്നത്, അല്ലെങ്കിൽ ബിഗ് ബ്രേക്കിങ്ങുമായിട്ടായിരിക്കോ വരുന്നത്, ബിഗ് ടി വി ബിഗ് ബ്രേക്കിംഗ് ആയിരിക്കോ, അല്ലെങ്കിൽ ബിഗ് ബ്രേക്കിംഗ് ആയിരിക്കുമോ, എന്താണെന്ന് അറിയില്ല. എന്നാലും റിപ്പോർട്ടർ TVയും ബിഗ് ടിവിയും 24ഉം ഏഷ്യാനെറ്റും അതുപോലെ തന്നെ അതിനിടയിൽ പെട്ടുപോയ മാതൃഭൂമിയും മനോരമയും ഈ മറ്റു ന്യൂസ് 24ഉം ഒക്കെ തന്നെ കിഴഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഡിയ വണ്ണും ഒക്കെ തന്നെ കിഴഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതെത്താനായിട്ട്. ന്യൂസ് 18 ജനം ഒക്കെ ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഈ അടിക്കിടയിൽ ആര് ഒന്നാമത് ഓടി എത്തുമെന്നുള്ളത്.